മിഥുൻ, നമ്മുടെ സാനു നെയ്തലക്കാവില് അല്ലേ? നെയ്തലക്കാവിൽ അമ്മ ഇപ്പോൾ ഒരുങ്ങുമായിരിക്കും. കാരണം ഈ സമയത്ത് നെയ്തലക്കാവിലെ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള അവിടെ ഇങ്ങനെ കോലം ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. അവിടുത്തെ അതിനവകാശപ്പെട്ടവരെല്ലാം ആ കോലമെല്ലാം ഒരുക്കുന്ന ഒരു തിരക്കിലായിരിക്കും ഇപ്പോഴുണ്ടാകുക. അത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. കാരണം ചെമ്പട്ടെടുത്തുകൊണ്ടാണ് നെയ്തലക്കാവ് ഭഗവതി എഴുന്നള്ളുന്നത്. നെയ്തലക്കാവ് നെയ്യും തിലവും നേദിക്കുന്ന അതാണ് അവിടുത്തെ പ്രധാന വഴിപാട്. അതായത് എള്ളും നെയ്യുമാണ് അവിടുത്തെ. അങ്ങനെയാണ് നെയ്തലക്കാവ് എന്നുള്ള പേര് വന്നത് എന്നുള്ളതാണ്. നെയ്തലക്കാവ് ഭഗവതിക്കാണ് ഈ പൂര വിളംബരം നടത്താനുള്ള അവകാശമുള്ളത്. മാത്രമല്ല നാളെ ബൃഹസ്പതി, ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി കണിമംഗലം ശാസ്താവ് എഴുന്നള്ളുന്നതിന് വേണ്ടി ഈ തെക്കേ ഗോപുരനട തുറന്നിടുകയാണ് തലേ ദിവസം തന്നെ വന്ന്. അതിനുശേഷം കണിമംഗലം ശാസ്താവ് മുതൽ ബാക്കിയുള്ള 8 ക്ഷേത്രങ്ങളും, അതായത് കണിമംഗലം ശാസ്താവിനൊഴികെ 7 ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഈ തെക്കേ ഗോപുരനട വഴി പുറത്തിറങ്ങി പോകുന്നതിന് വേണ്ടി നട തുറന്നിടുക എന്നുള്ളതാണ് ഈ പൂരം വിളംബരം നടത്തുന്നത്. പൂരം വിളംബരത്തിൻ്റെ ചടങ്ങുകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെ ഗ്രാമപ്രദക്ഷിണത്തിന് ശേഷം അവിടുത്തെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ തിടമ്പേറ്റി നമ്മുടെ നെയ്തലക്കാവ് ഭഗവതി ഗ്രാമപ്രദക്ഷിണമാണ് ആദ്യം നടത്തുന്നത്. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ അല്ലേ സാധാരണ അല്ലേ? ഏതാണ്ട് ഒരു 3-4 വർഷം മുമ്പ് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള എന്തായാലും ഇല്ലേ ഇത്തവണയുണ്ട്. ഇത്തവണ രാമൻ വരുന്നുണ്ടല്ലോ. ഉണ്ട്. എനിക്ക് തോന്നുന്നു അയ്യന്തോടിനാണോ ലാലൂരിനാണോ എന്നുള്ളൊരു സംശയം ഉണ്ടെന്ന് ഇരിക്കാം. ഈ ഘടകപൂരങ്ങളുടെ തിടമ്പേറ്റിക്കൊണ്ട് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തുന്നുണ്ട്. ഫിറ്റ്നസ് അടക്കമുള്ള ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് വരാതിരുന്നത്. ഒരുപക്ഷെ മാത്രമല്ല ഈ തെക്കേ ഗോപുരനട തുറക്കുന്ന ചടങ്ങ് ഏറ്റവും കൂടുതൽ ജനകീയമാക്കിയത് ഒരു സംശയമില്ല തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തന്നെയാണ്. നമുക്കറിയാം ഏതാണ്ട് ഒരു 10 വർഷം മുമ്പത്തെ പൂര വിളംബരത്തിന്റെ പത്രങ്ങളിൽ വന്ന ചിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാം ഈ നെയ്തലക്കാവ് ക്ഷേത്രത്തിലെ ചില ആളുകൾ മാത്രമേ ആ ചടങ്ങിനുണ്ടാവാറുള്ളൂ. കുറച്ച് ആളുകൾ കുറച്ച് മൊബൈലിൽ ചിത്രമെടുക്കുന്ന ഒരു ചിത്രം മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ. പക്ഷേ എന്നാണോ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ നെയ്തലക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റി തെക്കേ ഗോപുരനട തള്ളി തുറക്കുന്ന ദിവസം ഉണ്ടായത്, അന്ന് മുതൽ ഇവിടെ ജനസാഗരമാണ്. 36 മണിക്കൂറിൻ്റെ ഒരു വലിയ ഉത്സവമാണ് പൂരം എന്നാണ് പറയുക, ഒരു ഇവൻ്റാണ് പൂരം എന്നാണ് പറയുക. പക്ഷേ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇത് ജനകീയമാക്കിയതിന് ശേഷം 48 മണിക്കൂറിൻ്റെ ഉത്സവമായി മാറി എന്നുള്ളതാണ്. കാരണം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വിലക്കുള്ള ഒരു വർഷം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തന്നെ തിടമ്പേൽക്കണം എന്നുള്ളതും ഈ തെക്കേ നട തുറക്കണം എന്നുള്ള ഒരു വാശിയുടെ പുറത്ത്, അല്ലെങ്കിൽ അത് അങ്ങനെയാണ് ഒരു പൂർണ്ണത വരൂ എന്നുള്ളതിന്റെ പുറത്ത് നമുക്കൊന്ന് സാനുവിലോട്ട് പോയി വരാം. തീർച്ചയായിട്ടും. എന്തായാലും സാനു കാത്തിരിക്കുകയാണ്. നെയ്തലക്കാവിൽ നിന്ന് സാനു ചേരുന്നു. സാനു, എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ? മഴയുണ്ടോ? എന്തെങ്കിലും തടസ്സമുണ്ടോ? അവിടെ നിന്ന് ഇറങ്ങുന്നത് വൈകുമോ? എന്താണ് വിശദാംശങ്ങൾ? അനിൽ നമ്പ്യാർ, വിശ്വപ്രസിദ്ധമായ തൃശ്ശൂർ പൂരത്തിനുള്ള പൂര വിളംബരത്തിനായി നെയ്തലക്കാവിലമ്മ ഇവിടുന്ന് ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതായത് മഴയൊക്കെ ഉണ്ട്. ആ മഴയെല്ലാം അവഗണിച്ചുകൊണ്ട് നിരവധി നൂറുകണക്കിന് വിശ്വാസികളാണ് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി നെയ്തലക്കാവിൽ നിന്ന് ശിവപുരിയിലേക്ക് പുറപ്പെടാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നത്. എന്തായാലും ആ പുറപ്പെടുന്ന, അതായത് പൂര വിളംബരം നടത്തുന്നതിന് വേണ്ടി നെയ്തലക്കാവിലമ്മ ശിവപുരിയിലേക്ക് പുറപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നൂറുകണക്കിന് വിശ്വാസികൾ ഈ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടാൻ വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞു തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്ഷേത്രത്തിന് പുറത്തേക്ക് എത്തുകയാണ്. നെയ്തലക്കാവിലമ്മ ഇന്ന് ശിവപുരിയിലെത്തി തെക്കേ ഗോപുരനട തുറന്ന് ശ്രീമൂലസ്ഥാനത്തെത്തി വടക്കുന്നാഥൻ അഭിമുഖമായിട്ട് നിന്ന് അടിയന്തരമാരാർ 3 തവണ ശംഖ് വിളിക്കുന്നതോടുകൂടിയാണ് പൂരങ്ങളുടെ പൂരമായിട്ടുള്ള തൃശ്ശൂർ പൂരത്തിന് ആ ഒരു തുടക്കമാകുന്നത്. തുടർന്ന് 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആ ഒരു താളമേള വർണ്ണപൂരത്തിന് തുടക്കമാകും. എന്തായാലും ക്ഷേത്രത്തിന് പുറത്തേക്ക്, അതായത് നെയ്തലക്കാവ് ഭഗവതി വടക്കുനാഥനിലേക്ക് ശിവപുരിയിലേക്ക് പുറപ്പെടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നെയ്തലക്കാവിലമ്മ പുറത്തേക്ക് വരികയാണ്. ശിവപുരിയിലേക്ക് പോകുന്നതിന് വേണ്ടി ക്ഷേത്രത്തിന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ എറണാകുളം ശിവകുമാറിൽ ആണ് നെയ്തലക്കാവിലമ്മയുടെ തിടം പേറ്റുന്നത്. ആ തിടം പേറ്റിക്കൊണ്ട് നെയ്തലക്കാവിലമ്മ പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്.
ക്ഷേത്രത്തിന് പുറത്തേക്ക് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ അകമ്പടിയോടുകൂടിയാണ് ശിവപുരിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. നൂറുകണക്കിന് വിശ്വാസികളുണ്ട്. മഴയുണ്ട്. ആ മഴയെല്ലാം അവഗണിച്ചുകൊണ്ട്, ആ ഒരു തടസ്സങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് നെയ്തലക്കാവിലമ്മ പൂരവിളംബരം നടത്താൻ വേണ്ടി, അതായത് പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിന് പൂരവിളംബരം നടത്താൻ വേണ്ടി നെയ്തലക്കാവിൽ നിന്നും ഭഗവതി ശിവപുരിയിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഘോഷയാത്രയായി ശിവപുരിയിലേക്ക് ഭക്തർ നീങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തുടർന്ന് ശിവപുരിയിൽ എത്തിയതിനു ശേഷം തെക്കേ ഗോപുര നട തുറന്ന് പൂരവിളംബരം നടത്തുന്നതോടുകൂടിയാണ് ഈ പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിന് കേളികൊട്ടുണരുന്നത്. വലിയൊരു ആവേശം, നമ്മൾ ഇന്നലെ കണ്ട പോലെ തന്നെ സാമ്പിൾ വെടിക്കെട്ടിൽ തന്നെ ഉണ്ടായ ഒരു ആവേശം ഈ നെയ്തലക്കാവിലമ്മ ഈ ശിവപുരിയിലേക്കുള്ള യാത്രയിലും ആ ഒരു ആവേശം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നൂറുകണക്കിന് വിശ്വാസികൾ ഈ ഒരു ഘോഷയാത്രയുടെ ഭാഗമാകുന്നു. മഴയുണ്ട്. അതേപോലെ തന്നെ മന്ത്രിമാരായിട്ടുള്ള കെ രാജൻ, അതേപോലെ ആർ ബിന്ദു അടക്കമുള്ളവർ, ജില്ലാ കളക്ടർ, അതേപോലെ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള പ്രമുഖർ ഈ ഒരു ഘോഷയാത്ര, അതായത് നെയ്തലക്കാവിലമ്മയുടെ എഴുന്നള്ളത്തിനെ അനുഗമിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അതായത് തീർത്ഥാടകർ ശിവപുരിയിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനിയും പൂരത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇനി ഈ ഒരു ആവേശ പൂരത്തിന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. അതായത് ഈ ഘോഷയാത്ര കടന്നു പോകുന്ന പ്രദേശങ്ങളിലൊക്കെ വിശ്വാസികളുടെ വീട്ടുമുറ്റങ്ങളിലടക്കം വിളക്ക് അടക്കം തെളിച്ച് ഈ നെയ്തലക്കാവിലമ്മയെ സ്വീകരിക്കുന്നത്. ഈ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് നെയ്തലക്കാവിലമ്മ വടക്കുന്നാഥന്റെ തുടർന്നാണ് തെക്കേ ഗോപുര നട തുറക്കുന്ന ചടങ്ങിലേക്ക് കടക്കുന്നത്. തെക്കേ ഗോപുര നട തുറന്നതിന് ശേഷം ശ്രീമൂലസ്ഥാനത്തെത്തി ശംഖ് വിളിക്കുന്നതോടുകൂടിയാണ് ഈ പൂരവിളംബരം ആവുന്നത്. തുടർന്നാണ് 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ ഒരു പൂരത്തിന് തുടക്കമാവുന്നത്. എന്നാലും നൂറുകണക്കിന് വിശ്വാസികളുടെ അകമ്പടിയോടുകൂടിയുള്ള ഘോഷയാത്ര, ആ ഘോഷയാത്രയെ വീടുകൾക്ക് മുന്നിൽ നിലവിളക്ക് കൊളുത്തിവെച്ച് സ്വീകരിക്കുന്ന വിശ്വാസികൾ, അങ്ങനെ വലിയൊരു കാഴ്ച, വലിയൊരു താളമേളക്കൊഴുപ്പിൽ ആവേശത്തിൽ നെയ്തലക്കാവിലമ്മ ശിവപുരിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. ആണല്ലേ? ഉള്ള ആളുകളൊക്കെ നമ്മുടെ ഭരണാധികാരികളൊക്കെ എത്തുമ്പോൾ അവരൊക്കെ